ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ജ്യോതിമർമഠം ശങ്കരാചാര്യ സ്വാമി അവിമുക്തേശ്വരാനന്ദ് സരസ്വതിയും തമ്മിലുള്ള പോര് പുതിയ തലങ്ങളിലേക്ക് കടക്കുന്നു. പ്രയാഗ്രാജിലെ മാഘമേളയ്ക്കിടെ ഉണ്ടായ തർക്കം ഇപ്പോൾ ഭരണകക്ഷിയായ BJPക്കുള്ളിലും വലിയ വിള്ളലുകൾ വീഴ്ത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയും രണ്ട് ഉപമുഖ്യമന്ത്രിമാരും വിഷയത്തിൽ മൂന്ന് തട്ടിലായതോടെ ഉത്തർപ്രദേശ് സർക്കാർ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. വിവാദങ്ങളുടെ തുടക്കം പ്രയാഗ്രാജിലെ പുണ്യമായ മാഘമേളയ്ക്കിടെയായിരുന്നു. ശങ്കരാചാര്യ സ്വാമി അവിമുക്തേശ്വരാനന്ദിനെ പുണ്യസ്നാനം നടത്തുന്നതിൽ നിന്ന് ഭരണകൂടം തടഞ്ഞതാണ് പ്രശ്നങ്ങൾക്ക് ആധാരം. തിരക്ക് നിയന്ത്രിക്കാനെന്ന പേരിൽ ശങ്കരാചാര്യരുടെ രഥയാത്ര തടഞ്ഞ പോലീസ് അദ്ദേഹത്തോട് സാധാരണ ഭക്തരെ പോലെ നടന്നുപോയി സ്നാനാനം നടത്താൻ ആവശ്യപ്പെടുകയായിരുന്നു. ഇത് സന്യാസ സമൂഹത്തിനിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായി. സംഭവത്തെ ശക്തമായി അപലപിച്ചുകൊണ്ട് ഉപമുഖ്യമന്ത്രി ബ്രജേഷ് പഥക് രംഗത്തെത്തി. ശങ്കരാചാര്യരുടെ ശിഷ്യന്മാരോട് പോലീസ് കാട്ടിയ ക്രൂരത അംഗീകരിക്കാനാവില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ശിഷ്യന്മാരുടെ തലയിലെ കുടുമയിൽ പിടിച്ച വലിയ പോലീസിന്റെ നടപടി മഹാപാപമാണെന്നാണ് പഥക് വിശേഷിപ്പിച്ചത്. ഇതിന്റെ അനന്തരഫലങ്ങൾ ഭരണകൂടം അനുഭവിക്കേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പോലീസിന് ക്രമസമാധാനം പാലിക്കാൻ ലാത്തി ഉപയോഗിക്കാമായിരുന്നുവെന്നും എന്നാൽ പവിത്രമായ ചിഹ്നമായ കുടുമയിൽ തൊട്ടത് അശാന്തവ്യമായ തെറ്റാണെന്നും ബ്രജേഷ് പഥക് പറഞ്ഞു. സന്യാസിമാരോടുള്ള ബഹുമാനം കാത്തു സൂക്ഷിക്കുന്നതിൽ പ്രാദേശിക ഭരണകൂടം പരാജയപ്പെട്ടുവെന്ന വികാരമാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രതിഫലിച്ചത്. മറ്റൊരു ഉപമുഖ്യമന്ത്രിയായ കേശവ് പ്രസാദ് മൗര്യ കുറച്ചുകൂടി മൃദുവായ എന്നാൽ ഗൗരവകരമായ നിലപാടാണ് സ്വീകരിച്ചത്. ശങ്കരാചാര്യരുമായുള്ള പ്രശ്നം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു.